ഹായ് ഹലോ, പുതിയ കേക്ക് ഡെക്കറേഷൻസ് കാണാം. നമ്മൾ ഈ ഒരു കേക്ക് കസ്റ്റമൈസ്ഡ് കേക്കാണ് കേട്ടോ. കസ്റ്റമർ നമുക്ക് കറക്റ്റ് പിക്ക് തന്നിട്ടുണ്ട്. അതിൽ അവർ പറഞ്ഞ ചേഞ്ചസൊക്കെ വരുത്തിയിട്ട് നമ്മൾ അതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 kg വെനിലയാണ് ഫ്ലേവർ. അപ്പോൾ നമ്മൾ അവർ തന്ന അനിമൽസിൻ്റെ പ്രിൻ്റൊക്കെ ചെയ്തിട്ട് നമ്മളൊരു ജംഗിൾ തീം കേക്കാണോ ചോദിച്ചാണ്. പക്ഷേ ഈ ഒരു ബോൾസൊക്കെ അവരുടെ ഡെക്കറേഷന് മാച്ചാക്കിയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ ഈ ഒരു ബോൾസ് നമ്മൾ ജംഗിൾ തീമിന് മാച്ച് അല്ലാത്തതുകൊണ്ട് ചെയ്യാറില്ല. ഇത് അവർ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ, ഈ ഒരു ഷെയ്ഡിലുള്ള ബോൾസ് വെച്ചാൽ മതി എന്നുള്ളത്. അപ്പോൾ അവർ തന്ന പോലെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ 7 ഇഞ്ചിലും 5 ഇഞ്ചിലാണ് കേട്ടോ കേക്ക് ബേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കേക്ക് അവർ വീട്ടിൽ വന്നിട്ട് പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി നമുക്ക് ഈ ഒരു കേക്ക് സേഫായിട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു നട്ടി ബബിൾ കേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ചെയ്ത ഡിസൈൻ തന്നെ കസ്റ്റമർ നോർമലി നമുക്ക് എങ്ങനെയാണോ നട്ടി ബബിൾ ചെയ്യുക ആ ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളെ നെയ്ബേഴ്സിനുള്ള കേക്ക് ആയിരുന്നു. അപ്പോൾ അവർ നമ്മൾക്ക് ഈ ഒരു മോഡലിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരിപ്പോൾ മക്കളുടെ ബർത്ത്ഡേക്ക് ഇങ്ങനത്തെ കേക്ക് തന്നെയാണ് കേട്ടോ പറയാറ്. ഇപ്പോൾ തീം കേക്കും കളേഴ്സുള്ള ആഡ് ചെയ്ത കേക്കൊന്നും അവർ ഓർഡർ ചെയ്യാറില്ല. ഇപ്പോൾ ഒതൻറ്റിക് ആയിട്ടുള്ള അതിൻ്റെ ഡിസൈൻ തന്നെയാണ് കേട്ടോ പറയാറുള്ളത്. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ സൈഡിൽ നമ്മൾ നട്ട്സ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മുകളിൽ ചോക്ലേറ്റ് ഗനേഷും പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ബൂസ്റ്റ് പൗഡറും കൂടിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മളെപ്പോഴും ചെയ്യുന്ന വർക്ക് തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് ബബിൾസ് ഉള്ള ഭാഗത്തായിട്ട് ചോക്ലേറ്റ് ഗനേഷ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണ്ടേ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ബേബിയുടെ നെയിം നമ്മൾ ഫോണ്ടൻറ്റിൽ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് ഈവനിങ്ങിലേക്കായിരുന്നു. അപ്പോൾ അത് അവർ ഇവിടെ വന്നിട്ട് കേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി നമുക്ക് ഒരു ഫസ്റ്റ് ബർത്ത്ഡേക്കുള്ള കേക്കാണ്. ഈ ഒരു കേക്ക് 2 kg ആണ് കേട്ടോ വെയിറ്റ്. ഞാൻ 10 ഇഞ്ചിലാണ് ബേക്ക് ചെയ്തിട്ടുള്ളത്. അവർക്ക് പിങ്ക് ഷെയ്ഡിൽ വൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ് നമ്മളടുത്ത് കേക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിന് മാച്ചായിട്ട് റോസറ്റയാണ് കേട്ടോ വരയ്ക്കുന്നത്. സ്ക്വയർ ആകുമ്പോൾ റോസറ്റ് വരയ്ക്കുമ്പോൾ അതൊന്നുകൂടി ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാൻ പിങ്ക് ഷെയ്ഡിലും അതുപോലെ റെഡ് കളർ യൂസ് ചെയ്തിട്ട് കുറച്ച് വേറൊരു കളറും കൂടി രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ വരച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഗ്രീൻ കളർ ആഡ് ചെയ്തിട്ട് ലീഫൊക്കെ വരച്ച് കൊടുക്കുക. ഇനി നമുക്ക് സെൻട്രലായിട്ട് വൈറ്റ് ഷുഗർ ബീഡ്സും പിന്നെ നമ്മളെ ഹാപ്പി ബർത്ത്ഡേയുടെ ടോപ്പറും കൂടി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഞങ്ങളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. അപ്പോൾ ഇത് അവരിവിടെ വന്നിട്ട് കേക്ക് പിക്ക് ചെയ്തു കേട്ടോ.